പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനി നന്ദുവിനോട് പറയുന്നുണ്ടായിരുന്നല്ലോ, സ്നേഹിച്ച ഒരാളുടെ മരണവാർത്ത കേൾക്കുന്ന സമയത്ത് ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന്. ആ സമയത്ത് തോന്നിയിട്ട് കാര്യമില്ല, അവൻ്റെ മനസ്സറിഞ്ഞ് അവൻ്റെ കൂടെ നിൽക്കുകയാണ് വേണ്ടത് എന്ന് പറയൂട്ടോ. പിന്നെ അനാമികയാണെങ്കിലും ഏത് നിമിഷവും അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോവും. അപ്പോൾ ഞാൻ സ്നേഹിച്ച ആളെ എനിക്ക് കിട്ടണം എന്ന് എനിക്ക് നല്ല വാശിയുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ സ്നേഹിക്കുന്നവരെയും എന്നെ സ്നേഹിക്കുന്നവരുടെയൊക്കെ മുഖം മറക്കാനും ഞാൻ തയ്യാർ തന്നെയാണ് എന്ന് നന്ദുവിനോട് പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം പറയുന്ന സമയത്ത് നന്ദു ആകെ സങ്കടപ്പെട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നീട് ഗോവിന്ദനാണെങ്കിൽ ദേവയാനീനോടും നയനീനോടും പറയുന്നുണ്ടായിരുന്നു, ഞാൻ പറയുന്നത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം, ആദർശ് മോൻ്റെ അമ്മയും മോളും എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ആദർശിനോടാണെങ്കിലും നയന സത്യങ്ങളൊന്നും പറയാത്തതിൻ്റെ ആ ഒരു ഇതാണ് പറയുന്നത്. ആദർശ് മോൻ്റെ ജീവിതത്തിൽ മോളോട് പറയാത്ത ഒരു കാര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ചത് ആദർശ് മോനോടെങ്കിലും തുറന്നു പറയേണ്ടതായിരുന്നു എന്ന് പറയും. അപ്പോൾ കനകി അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ടായിരുന്നു കേട്ടോ, അത് ശരിയാണ്, ഞാനും അതിനോട് യോജിക്കുന്നുണ്ട്. ആദർശ് മോൻ്റെ അമ്മയ്ക്ക് കുറച്ച് മടി ഉണ്ടാവും അത് തുറന്നു പറയാൻ എന്ന് പറയാണ്. മോൾക്കെങ്കിലും അത് രഹസ്യമായിട്ട് ആദർശിനോട് പറയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നവ്യാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, മൂർത്തി മുത്തശ്ശൻ്റെ അതേ സ്വഭാവമാണ് ആദർശേട്ടനും, കള്ളം പറയുന്നൊന്നും ഇഷ്ടപ്പെടില്ല എന്ന് പറയും. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എന്നിട്ട് കരൾ തന്നത് നയനയാണെന്ന് എന്നോട് അവരാരും ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് പറയും. വേറൊരു പെൺകുട്ടിയാണ് എന്നല്ലേ പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെയൊന്നുമല്ലല്ലോ ആദർശേട്ടൻ പറഞ്ഞത്, കരൾ തന്നതും അപ്പോഴും ഒരു നയനയാണ് എന്ന് തന്നെയല്ലേ പറഞ്ഞത് എന്ന് പറയൂട്ടോ. അതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ ഈ മരുമകളാണ് കരൾ തന്നതെന്ന് അവരാരും എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ദേവയാനി ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് എന്തായാലും ഇനിയിപ്പോൾ നയനിനോട് ആദർശിനോട് അങ്ങനെ സത്യങ്ങളെല്ലാം തുറന്നു പറയാനായിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ദേവയാനിനെ നോക്കുകയാണ് കേട്ടോ നയന. അപ്പോൾ ദേവയാനി പറയുന്നുണ്ടായിരുന്നു, എന്നെ നോക്കണ്ട, മോൾക്ക് അവനോട് സത്യങ്ങളെല്ലാം തുറന്നു പറയണമെങ്കിൽ പറഞ്ഞോ, എന്തായാലും അവനൊരു ദിവസം ഇതെല്ലാം അറിയല്ലോ, അത് കുറച്ച് നേരത്തെ ആവുന്നെങ്കിൽ അങ്ങ് ആയിക്കോട്ടെ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ നയനിക്കാണെങ്കിലും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോൾ നയനിയാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അമ്മേനോട് സത്യം ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ ആദർശേട്ടനോട് ഒന്നും പറയാതിരുന്നത്, അല്ലെങ്കിലും എനിക്കിങ്ങനെ ആദർശേട്ടനോട് ആ സത്യം പറയാത്തതിൽ നല്ല വിഷമമുണ്ട് ഉള്ളിൽ എന്ന് പറയൂട്ടോ. പിന്നെ ഞാൻ ഓഫീസിലേക്ക് പോകുന്നതുകൊണ്ട് തന്നെ ഏത് സമയവും ആദർശേട്ടനെ അങ്ങനെ കാണുമല്ലേ, അപ്പോൾ അമ്മ അങ്ങനെ ഓഫീസിൽ ഞാൻ ഇരിക്കുന്ന സമയത്ത് വിളിക്കുമ്പോഴൊക്കെ ഒരു പതർച്ചയോടുകൂടിയാണ് ഞാൻ ഫോണൊക്കെ എടുക്കാറുള്ളത്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ലല്ലോ ആദർശേട്ടനോട് സത്യം പറഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് പിന്നീട് ദേവയാനിയാണെങ്കിലും അങ്ങനെ ആദർശനോട് സത്യം തുറന്നു പറയാൻ പറയുമ്പോൾ നയനെ ചെന്ന് കെട്ടിപ്പിടിക്കുക ചെയ്യുന്നുണ്ട് കേട്ടോ ദേവയാനീനെ. എന്നിട്ട് ദേവയാനി പറയും, എനിക്ക് മോളുടെ സന്തോഷമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനി നന്ദുവിനൊക്കെ കൊണ്ടാക്കി വന്നിട്ട് നന്ദു പോയതിൻ്റെ വിഷമം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ നന്ദു ഇങ്ങനെ ട്രെയിനിൽ കയറി പോകുന്ന കണ്ടപ്പോൾ ഇങ്ങനെ ഭയങ്കര വിഷമമായി, സിനിമയിലൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിൻ്റെ ഫ്രണ്ട്സും അനിയുടെ കൂടെ ഉണ്ടല്ലോ, അപ്പോൾ അവരും പറയുന്നുണ്ടായിരുന്നു, അവൾ പോയപ്പോൾ ഞങ്ങൾക്കും നല്ല വിഷമമായി, പിന്നെ നിൻ്റെ കാര്യം പറയാനുണ്ടോ എന്നൊക്കെ പറയുകയാണ്. പിന്നീട് നന്ദുവിന് മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചുറ്റും നിന്ന് ഉപദേശിക്കല്ലേ, അതുകൊണ്ടൊക്കെയാണ് അവൾ നിന്നെ ഇങ്ങനെ കുറച്ച് അവോയ്ഡ് ചെയ്യുന്നത് എന്ന് പറയുകയാണ് കേട്ടോ. അവളിങ്ങനെ അവളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്യാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അനിയാണെങ്കിലും ഇങ്ങനെ ആ ഫ്രണ്ട്സിനോട് പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ അവൾ ട്രെയിനിങ് ക്യാമ്പിൽ കയറിയിട്ട് എന്നെ അവോയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇങ്ങനെ ക്രിമിനൽ കേസ് ആയാലും ഞാൻ ആ ക്യാമ്പിലേക്ക് അങ്ങ് ഇടിച്ചു കയറും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. എന്തായാലും നന്ദുവിനെ കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ല, അപ്പോൾ അതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നീട് ദേവയാനി പോവാനായിട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ്. അപ്പോൾ നന്ദു ട്രെയിനിൽ കയറിയിട്ട് വിളിച്ചിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ നന്ദു നല്ല ധൈര്യമുള്ള പെൺകുട്ടിയല്ലേ, രാത്രിയും ഒക്കെ അങ്ങനെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒക്കെ നല്ല ധൈര്യമുള്ള കുട്ടിയാണ് എന്നൊക്കെ ഇങ്ങനെ നന്ദുവിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നീട് ഗോവിന്ദനാണെങ്കിലും അനീനെ കുറിച്ച് തന്നെയാണ് ദേവയാനീനോട് പറയുന്നത്. ആദർശമോൻ്റെ അമ്മ ഇവിടെയുള്ള സമയത്തും അനിമോൻ ഇങ്ങോട്ട് കയറി വരാൻ ധൈര്യം കാണിച്ചത് നന്ദുവിനെ കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ ഇങ്ങനെ നന്ദുവിനെ ഉപദേശിച്ച പോലെ അനിമോനെ നന്നായിട്ടൊന്ന് ഉപദേശിക്കണം എന്നൊക്കെ ദേവയാനീനോട് പറയുകയാണ്. ദേവയാനിക്കാണെങ്കിലും നല്ല പേടിയുണ്ട് കേട്ടോ. അനി അവിടേക്ക് വന്ന സമയത്ത് ദേവയാനി അവിടെ ഉണ്ടല്ലോ, അപ്പോൾ ഒരു കള്ളം പറഞ്ഞെങ്കിലും അത് എത്രത്തോളം അനി വിശ്വസിച്ചിട്ടുണ്ട് എന്നുള്ളതൊക്കെ ഇങ്ങനെ അറിയില്ല എന്ന് പറയുന്ന സമയത്തും അപ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു, ഇനിയിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാൻ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സത്യം തുറന്നു പറയല്ലോ, അപ്പോൾ എല്ലാവരുടെയും സംശയം അങ്ങ് മാറിക്കോളും എന്ന് പറയുകയാണ് കേട്ടോ. പിന്നീട് എന്തായാലും ഇനിയിപ്പോൾ ഞാനിവിടെ വന്നത് അനി അവിടെ ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശ് മോളെ വിളിക്കാനുള്ള സാധ്യതയുണ്ട്, ഞാൻ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു എന്നൊക്കെ ഇങ്ങനെ നയനയോട് ദേവയാനി പറയുന്ന സമയത്ത് നയന പറയുന്നുണ്ടായിരുന്നു, എന്തായാലും ഫോണിലൂടെ പറയുന്നതിനേക്കാളും നല്ലത് ഈ കാര്യം നേരിട്ട് പറയുന്നത് തന്നെയാണ് എന്ന് പറയട്ടെ. അപ്പോൾ ആദർശാണെങ്കിലും വിഷുവിനും വന്നില്ല, അതുപോലെ നന്ദു പോകുന്ന സമയത്തൊന്നും വന്നിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആദർശിന് എന്തെങ്കിലും പിണക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മോള് മനസ്സിലാക്കിയിട്ട്
എല്ലാ കാര്യങ്ങളും തുറന്നു പറയണം എന്നൊക്കെ ഗോവിന്ദൻ അനിയനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നേ. അനിയനെ ഉപദേശിക്കുന്ന കൂട്ടത്തിൽ അനാമികേനെയും നന്നായിട്ടൊന്ന് ഉപദേശിക്കാൻ കനകയും ഒക്കെ പറയുന്നുണ്ട് കേട്ടോ ദേവയാനിയോട്. അപ്പോൾ ആദർശും എല്ലാവരും ഇങ്ങനെ നന്നായിട്ട് തന്നെ ഉപദേശിക്കുന്നുണ്ട് എന്നൊക്കെ ദേവയാനി പറയുന്നുണ്ട്. പിന്നീട് ദേവയാനി എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങാണ് കേട്ടോ. അനി നന്ദുവിനൊക്കെ കൊണ്ടാക്കി വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ആദർശ് അവിടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ അനിയനോട് ചോദിക്കുന്നുണ്ടായിരുന്നു, നീ എവിടെ പോയിട്ട് വരികയെന്ന് ചോദിക്കും. അപ്പം അനി പെട്ടെന്ന് അങ്ങ് മറുപടി പറയുന്നില്ല കേട്ടോ. അപ്പം അത് പിന്നെയെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങുന്നത്. അപ്പോഴേക്കും ആദർശ് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇന്ന് നന്ദു പോവല്ലേ, നന്ദുവിനെ കാണാൻ വേണ്ടി പോയതാണോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം നന്ദു എൻ്റെ ഫ്രണ്ടല്ലേ, അപ്പം അവളെ കാണാൻ പോകുന്നതിൽ എന്താ തെറ്റേട്ടാന്ന് ഇങ്ങനെ അനി തിരിച്ച് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ നന്ദുവിനെ കാണാൻ പോകരുത്, നന്ദുവിനെ വിളിക്കരുത് എന്നുള്ളതൊക്കെ. അനാമികയ്ക്ക് എന്തായാലും അതൊന്നും ഇഷ്ടമല്ല എന്ന് നിനക്കറിയില്ലേ, അപ്പം അതിൻ്റെ പേരിൽ ഇവിടെ സംസാരം ഉണ്ടാവുന്നുണ്ട് എന്നൊക്കെ അനിയനോട് പറയുന്ന സമയത്ത് അതിൻ്റെ പേരിൽ മാത്രമല്ല ഇവിടെ സംസാരം നടക്കുന്നത്, വേറെയും കാര്യങ്ങൾക്ക് ഇവിടെ ചർച്ചയൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ നമ്മളത് അറിയുന്നില്ല എന്ന് മാത്രം എന്ന് പറയട്ടെ. അപ്പം അതെന്താ നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, ഞാനിന്ന് നന്ദുവിനെ കാണാൻ പോയ സമയത്ത് അവിടെ ഒരു കാർ ഉണ്ടായിരുന്നു, അത് ആരുടെ കാറാണെന്ന് ചോദിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അതെന്തിനാ ചോദിക്കുന്നതെന്ന് പറയും. അപ്പോൾ അതിങ്ങനെ ആദർശേട്ടൻ്റെ അമ്മയുടെ കാറായിരുന്നു, വല്യമ്മയുടെ കാറായിരുന്നു എന്ന് പറയും കേട്ടോ. അപ്പോഴേക്കും ജയനും അജയനും കൂടെ അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദർശ് പറയും, ഇവൻ പറഞ്ഞത് കേട്ടില്ലേ, അമ്മ അമ്പലത്തിലേക്ക് എന്ന് പറഞ്ഞു പോയത് നൈനയുടെ വീട്ടിലേക്ക് തന്നെ ആയിരുന്നു എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നിങ്ങളിതൊക്കെ പറയുന്നത് കേട്ടിട്ട് എനിക്കൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ്. പിന്നീടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതുകൊണ്ട് ഇവിടെ ആർക്കും ഇങ്ങനെ ഞാൻ അവിടേക്ക് പോയതുകൊണ്ട് ആർക്കും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല, നേട്ടം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ടല്ലേ വല്യമ്മ അവിടെ ഉള്ളത് എനിക്കിങ്ങനെ കാണാനും പറ്റിയത്. വല്യമ്മേനോട് ഞാൻ ചോദിച്ചു വല്യമ്മ എന്തിനാ ഇങ്ങോട്ട് വന്നതെന്നുള്ളതൊക്കെ. വല്യമ്മയ്ക്ക് ഇങ്ങനെ ഏട്ടത്തിയുടെ വീട്ടുകാരെ ഏട്ടത്തിനെ ഒന്നും ഇഷ്ടമല്ലായിരുന്നല്ലോ എന്ന് പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വല്യമ്മ എന്തൊക്കെയോ കള്ളങ്ങൾ പറഞ്ഞു, അതൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്ന് അനി പറയുന്നുണ്ടായിരുന്നു. അനി ഇതൊക്കെ പറയുന്ന സമയത്തും ജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അതിലിപ്പോൾ വലിയ അത്ഭുതമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴാണ് അനി ചോദിക്കുന്നത്, അതെന്താ അങ്ങനെ അത്ഭുതം ഇല്ലാത്തത്, ഏട്ടത്തി അതുപോലെ തന്നെ വല്യമ്മ ഇങ്ങനെ സ്നേഹിക്കണം എന്ന് നമ്മളൊക്കെ ആഗ്രഹിച്ച കാര്യമല്ലേ എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ടായിരുന്നു, നൈനി അമ്മയെ സ്നേഹിച്ച് തുടങ്ങിയിട്ട് മാസങ്ങളായി, പക്ഷെ നയനയോ അമ്മയോ അതിങ്ങനെ സത്യം തുറന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറയൂ കേട്ടോ. അമ്മയ്ക്ക് ചിലപ്പോൾ നമ്മളോട് പറയാൻ മടി കാണുമായിരിക്കും, എന്നാൽ നയനയുടെ കാര്യം അങ്ങനെയല്ലല്ലോ, അമ്മയെ അറിയാതെ നയനയ്ക്കെങ്കിലും ആ സത്യം എന്നോട് തുറന്ന് പറയായിരുന്നു എന്ന് ആദർശ് പറയുമ്പോൾ അനി പറയുന്നുണ്ടായിരുന്നു, അത് ശരിയാണ്, ഏട്ടത്തിക്കെങ്കിലും ഏട്ടനോട് തുറന്ന് കാര്യങ്ങൾ പറയായിരുന്നു എന്ന് പറയൂട്ടപ്പോൾ അജയനാണെങ്കിലും എടാന്നിങ്ങനെ പറഞ്ഞ് അനീനെ വിളിക്കൂട്ടപ്പോൾ ആദർശ് അനി അങ്ങനെ പറയുന്ന സമയത്തും കേട്ടല്ലോ, അവനും പറഞ്ഞത് കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പറയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നയനയോടുള്ള ആ ദേഷ്യം എനിക്ക് ഉടനെ ഒന്നും കുറയാൻ പോവില്ല, എനിക്ക് നല്ല ദേഷ്യമുണ്ട് അവളോട് എന്ന് പറയൂട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നീട് മുത്തശ്ശനാണെങ്കിലും ഒക്കെ ആദർശിന്റെ കൂടെ നിൽക്കാനാണല്ലോ പറഞ്ഞത്. അപ്പോൾ അത് അനിയനോട് പറയുന്നുണ്ടായിരുന്നു, ഇവനൊരു തീരുമാനം എടുത്തു, മുത്തശ്ശനും ഒക്കെ നമ്മളോടെല്ലാവരും ഒരു ആദർശിന്റെ കൂടെ നിൽക്കാനാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് പറയട്ടെ, അതുകൊണ്ട് നമുക്ക് ആദർശിന്റെ കൂടെ അങ്ങ് നിൽക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആദർശ് പറയാണ്, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും കൂടെ എന്നെ പറ്റിക്കാനാണ് തീരുമാനമെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവും എന്ന് പറഞ്ഞിട്ട് പിന്നീട് അനിയനോട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ഈ ഒരു കാരണം കൊണ്ടാണ് അവളോട് ദേഷ്യം കാണിക്കുന്നതെന്ന് അവളോ അമ്മയോ ഒരിക്കലും അറിയാൻ പാടില്ല എന്ന് പറയൂട്ടോ. അപ്പം അനി പറയുന്നുണ്ടായിരുന്നു, ഞാനായിട്ടൊന്നും പറയാൻ പോകുന്നില്ല എന്ന് പറയും. പിന്നീട് ആദർശ് അവിടെ നിന്ന് പോകുന്ന സമയത്ത് അനിയനോട് അജയനാണെങ്കിലും പറയുന്നുണ്ടായിരുന്നു, അവൻ ഭയങ്കര സീരിയസ് ആണ് എന്ന് പറയൂട്ടോ. അതുകൊണ്ട് ഇനിയിപ്പോൾ നമുക്ക് അവൻ്റെ കൂടെ അങ്ങ് നിൽക്കാം, ഇത് ഇങ്ങനെ ഈ ദേഷ്യം പിണക്കൊന്നും അധികം മുന്നോട്ട് പോവില്ല എന്ന് അജയനും അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പിണക്കം മാറ്റാൻ നമ്മൾ ശ്രമിക്കേണ്ടതെന്ന് അനി ചോദിക്കുന്ന സമയത്താണ് കേട്ടോ അത് പറയുന്നത്, ഇത് അധികമൊന്നും മുന്നോട്ട് പോവില്ല, അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തൽക്കാലം ആദർശിൻ്റെ കൂടെ നിൽക്കാം എന്ന് പറയുന്നത്. പിന്നീട് ആദർശ് ഇങ്ങനെ മുടി ചീക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നയന വീട്ടിൽ നിന്ന് തിരിച്ചു വരുന്നുണ്ടായിരുന്നു കേട്ടോ. ബാഗൊക്കെ കയ്യിലുണ്ട്. എന്നിട്ട് വന്നിട്ട് ആദർശേട്ട എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോൾ ആദർശ് തിരിഞ്ഞു നോക്കിയിട്ട് നയനയുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. എന്ത് വേണം എന്ന് ചോദിക്കും. അപ്പോൾ ആദർശേട്ട ഞാൻ ഇതുവരെ എൻ്റെ മനസ്സിലിങ്ങനെ സൂക്ഷിച്ച ഒരു രഹസ്യം ആദർശേട്ടനോട് പറയാൻ പോവാണ് എന്ന് പറയൂട്ടോ. അപ്പോൾ കല്യാണം കഴിഞ്ഞ സമയത്ത് ആദർശേട്ടനും അമ്മയ്ക്കൊക്കെ എന്നോട് നല്ല വെറുപ്പായിരുന്നല്ലോ, പിന്നീട് ആദർശേട്ടൻ്റെ ആ വെറുപ്പ് അങ്ങ് പോയി, അപ്പോഴും അമ്മ എന്നെ സ്നേഹിച്ചു തുടങ്ങിയില്ല എന്ന് പറയട്ടോ. അപ്പോൾ ഇത് പറയാനാണോ നീ ഇപ്പോൾ ഇങ്ങോട്ട് വന്നതെന്ന് ആദർശ് നയനയോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പറയാനല്ല വന്നത്, ആദർശേട്ടൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ അമ്മ എന്നെ സ്നേഹിക്കണം എന്നുള്ളത്, എന്നാൽ അപ്പോൾ അതിങ്ങനെ പറയുന്ന സമയത്ത് ആദർശ് പറയുന്നുണ്ടായിരുന്നു, അതെന്തായാലും
ഉടനെ ഒന്നും ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ആദർശ് പറയുന്ന സമയത്ത്, എന്നാൽ ആദർശേട്ടൻ്റെ ആ വിശ്വാസം അങ്ങ് മാറ്റിക്കോ, ഇപ്പം അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമാണ്, അമ്മയ്ക്ക് കരൾ കൊടുത്തത് ഞാനാണെന്ന് അമ്മ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, അതിനുശേഷം അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു എന്ന് പറയൂട്ടോ. അതിനുശേഷം അമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തന്നു, എൻ്റെ കാര്യങ്ങൾ ആദർശേട്ടനോട് ചോദിക്കാൻ തുടങ്ങി. അതൊക്കെ ഞാൻ മനസ്സിലാക്കി. അമ്മയിൽ എനിക്ക് നല്ല സംശയം ഉണ്ടായപ്പോഴാണ് അന്ന് അവാർഡ് ഫംഗ്ഷന് ഞാൻ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞതും അവിടെ അമ്മേനെ വരുത്തിയതും അമ്മേനെ കൊണ്ട് തന്നെ സത്യങ്ങളെല്ലാം തുറന്നു പറയിപ്പിച്ചതും എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം അന്നാണ് അമ്മ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ ഒരു പക്ഷേ ഇങ്ങനെ അമ്മയുടെ മകനേക്കാളും കൂടുതൽ ആരോടെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ, അമ്മയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ അത് എന്നോടായിരിക്കും എന്ന് പറയുമ്പോൾ ആദർശ് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ചോദിക്കുകയാണ്, എന്നിട്ട് ഇത് നേരത്തെ നീ എന്താ എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നൈന പറയും, അത് അമ്മ എന്നോട് ഇങ്ങനെ ആദർശേട്ടനെ ഉൾപ്പെടെ ആരും ഈ സത്യം അറിയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് അമ്മയ്ക്ക് ഇങ്ങനെ അതിങ്ങനെ ആദ്യം തന്നെ അത് പറയാനായിട്ടൊരു മടി, അതുകൊണ്ട് ഇങ്ങനെ ഇപ്പം തന്നെ ആരും സത്യം അറിയണ്ടെന്ന് എന്നോട് പറഞ്ഞു, അതുകൊണ്ട് മാത്രമാണ് പറയാതിരുന്നത് എന്ന് പറയൂട്ടോ. നൈന ഇതൊക്കെ പറയുമ്പോഴും ആദർശ് ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ ഇതെല്ലാം കേട്ട് നിൽക്കുന്നത്. പിന്നീട് നൈനേനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നുണ്ടായിരുന്നു. കാരണം ആദർശാണെങ്കിലും ദേവയാനി നൈനേനെ സ്നേഹിക്കണം എന്ന് ഒരുപാട് ആഗ്രഹിച്ചതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അത് പറയുന്നുണ്ടായിരുന്നു, അമ്മ നിന്നെ ഒന്ന് സ്നേഹിക്കണം എന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് നൈനനെ അങ്ങ് ചേർത്ത് പിടിക്കുന്നത് കേട്ടോ. പിന്നീട് നമ്മുടെ നൈനേനെ കാണിക്കുന്നുണ്ടായിരുന്നു. നൈന ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓർത്തതാണ് കേട്ടോ. ആദർശിനോട് ഇങ്ങനെ പറയുന്ന സമയത്ത് ആദർശിൻ്റെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്ന് നൈനെ തന്നെ അങ്ങ് ചിന്തിച്ച് കൂട്ടിയതാണ്. അപ്പം അതെല്ലാം ഓർത്ത് ഭയങ്കര സന്തോഷത്തിലാണ് നൈനയാണെങ്കിലും. ഇനിയിപ്പോൾ ആദർശിന് എന്ത് ദേഷ്യം ഉണ്ടെങ്കിലും ഈ ഒരു കാര്യം പറയുമ്പോൾ അതൊക്കെ അങ്ങ് മാറുന്നതാണ് നൈനയുടെ വിചാരം. അപ്പം അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ട് ഭയങ്കര സന്തോഷത്തിലിരിക്കുന്ന നൈനനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത്.